വീട്ടിൽ പോയിട്ട് വരാം. കോളേജ് ഇല്ലാത്ത ദിവസം നിനക്ക് വീട്ടിലിരുന്നൂടെ? അതുമല്ല, ഉച്ച കഴിഞ്ഞാൽ നിനക്ക് ഈറ്റ വെറുക്കാൻ പോണ്ടേ? ലീലയും സുമതിയല്ല ഇതുവഴി വരാന്നാ പറഞ്ഞത്. അമ്മേ, ഇന്ന് അവളുടെ ബർത്ത്ഡേയാ. ഞാൻ ചെല്ലാന്ന് സമ്മതിച്ചതാ. പ്ലീസ്. പൊക്കോ, എവിടെയും കണ്ടു അറിഞ്ഞു നിന്നോണം. ഏട്ടത്തി, ഞാൻ പോണു. ചിരിക്കണ്ട, എന്നും കാണുന്നതല്ലേ, പിന്നെന്തിനാ ഇവിടെ വരാൻ പറഞ്ഞത്? എന്നും കാണും, ശരി തന്നെ. പക്ഷെ മനസ്സ് തുറന്നൊന്നും സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും കടവത്തെത്തില്ലേ? അതല്ലെങ്കിൽ നസീമെ റഹീമും ഉണ്ടാവും. എന്തൊക്കെയോ പറയാനുണ്ട് രാധേ. സീതേട്ടാ, ഞാനൊരു പാവം പെണ്ണ, ഒരനാഥ. ഇതെല്ലാം എനിക്ക് അറിയാവുന്നതല്ലേ. പക്ഷേ സേതുവേട്ടന്റെ അച്ഛൻ ഒരിക്കലും ഇത് സമ്മതിക്കില്ല. ഇല്ല രാധേ, എല്ലാം ഞാൻ ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ അച്ഛൻ്റെ പൈസയും വാങ്ങി പഠിക്കാൻ പോകുന്ന ഒരു വിദ്യാർത്ഥി മാത്രമാണ്. പക്ഷേ എനിക്കിഷ്ടമുള്ള ഒരു പെണ്ണിനെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക ഞാനൊരു തൊഴിൽ നേടിയിട്ട് മാത്രമല്ലേ. എൻ്റെ ഇഷ്ടം അന്ന് നടപ്പിൽ വരുത്താൻ എനിക്ക് കഴിയും. അതുവരെ രാധ എനിക്ക് വേണ്ടി കാത്തിരിക്കില്ല. മരണം വരെ. ഞാൻ എത്ര നേരമായി പോലെ കിടന്ന് വിളിക്കുന്നു. അതെയോ, ഞാൻ കേട്ടില്ലല്ലോ. ഞാനങ്ങനെ ആരും പിറകെ നടക്കാറില്ല. ഒന്നില്ലെങ്കിൽ നേരെയുള്ള ശിക്കാരിയില്ലേ ഞാൻ. അതെയോ? പിന്നെ ഒറ്റ വെടിക്ക് 7 ഹിംസ മൃഗങ്ങളൊക്കെ ഒന്ന് ഹാട്രിക് അടിച്ച ഏക ശിക്കാരിയായി ഞാൻ. 7 അതേതൊക്കെയാ ശിക്കാരി? 6 മുയലി, 1 മലയണ്ണാൻ. അന്ന് നാട്ടുകാരനെ സ്നേഹത്തോടെ വിളിച്ച പേരാ ശിക്കാരി. നാട്ടുകാരിഷ്ടം അതാണെങ്കിൽ അതങ്ങ് നടക്കണമെന്ന് ഞാനും കരുതി. ശരിയാ, അവർക്ക് ആരാധന തോന്നിക്കാണും. എന്നാലും കത്രീനൊക്കെ എന്നോട് ആരാധന തോന്നിയില്ലല്ലോ, അതിലെനിക്ക് വിഷമമുണ്ട്. ഇല്ലെന്ന് ആര് പറഞ്ഞു? ഉണ്ടോ? എന്നിട്ട് എന്താ എന്നോട് സംസാരിക്കാത്തത്? അപ്പൊ ഞാൻ ഇതുവരെ ഇവിടെ പാട്ട് പാടുമായിരുന്നു. ഈ കത്രീനയുടെ ഒരു കാര്യം കത്രീനക്കറിയോ? കിച്ചേറിന് പെണ്ണെന്ന വർഗത്തെ കണ്ണെടുത്താ കണ്ടുകൂടാ. പക്ഷെ എനിക്ക് അങ്ങനത്തെ ദുസ്വഭാവമൊന്നുമില്ല കേട്ടോ. എനിക്കില്ലേ അമ്മയും അങ്ങാമരൊക്കെ. കിച്ചേറിന് അങ്ങനത്തെ ആളാണെന്ന് വെച്ച് ഞാൻ വിചാരിച്ച് നന്നാക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ അറമോഞ്ചാന്റെ വീട്ടിലേക്ക് താമസം മാറ്റി. പിന്നെന്താ കുഴപ്പമെന്ന് വെച്ചാ എന്ത് കാര്യം ചെയ്യാനും കിച്ചേട്ടന് ഞാൻ അവിടെ എത്തണം. ആ തോക്കും പിടിച്ച് വെറുതെ നടക്കുന്നേ ഉള്ളൂ, പേര് തൂറി. അതെ, അവൻ ഇനി അറിഞ്ഞ് ഒറ്റ കൊടുത്താലും പിള്ളച്ചേട്ടൻ വിചാരിച്ചാൽ പോലീസ് വരാതെ നോക്കാൻ കഴിയുമെന്നറിയാം. പക്ഷെ പ്രശ്നം അതൊന്നുമല്ല. അവന്റെ മറ്റ് ശല്യങ്ങൾ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. അപ്പൊ അതിന് മാത്രം എന്താ അവനെ കൊണ്ട് നമുക്ക് ശല്യമുള്ളത്? അത് ശരി. അപ്പൊ പിള്ളച്ചേട്ടനൊന്നും അറിയുന്നില്ലല്ലേ? അവനെ കൊണ്ട് വലിയൊരാപത്ത് പിള്ളച്ചേട്ടന് തന്നെ വരാൻ പോകുന്നത്. ആപത്തോ? അതെ, ആപത്ത് തന്നെ. ആ രാധയില്ലേ, അവളും പിള്ളച്ചേട്ടന്റെ മകൻ സേതുവും തമ്മിൽ സ്വല്പം. വെറുതെ അനാവശ്യം പറയരുത്. അനാവശ്യമല്ല ഏട്ടാ, സത്യമാ. പോരാത്തതിന് ഇപ്പൊ കിച്ചന്റെ സപ്പോർട്ടോട് കൂടിയ കളി മുന്നോട്ട് നീങ്ങുന്നതെന്നാ ജനസംസാരം. എന്തായാലും പിള്ളച്ചേട്ടന്റെ ഇമേജ് തകരാൻ തുടങ്ങി. ആൺപിള്ളേരാണ്, അതും നല്ല പ്രായം. ഇനി രാത്രി ചെറുക്കൻ അവിടെ പോയി വരവുണ്ടോന്ന് ആർക്കറിയാം? ചൂടാവാതെ പിള്ളച്ചേട്ടാ, ആൺതുണയില്ലാത്ത വീടല്ലേ. അവര് ജീവിക്കുന്നത് എങ്ങനെയാന്ന് ആർക്കറിയാം?
ചേട്ടന്റെ മകൻ മാനനായിരിക്കും. പക്ഷെ പെൺപിള്ളേര് രണ്ടും കൽപ്പിച്ചിറങ്ങിയാ പിന്നെ പാവ ആൺകുട്ടികളെ എന്ത് ചെയ്യും? ഹ, ഇക്കണക്കിന് പോയ മകൻ കയ്യിൽ നിന്ന് പോവും. അത് പിള്ളച്ചേട്ടൻ അറിഞ്ഞിരിക്കുന്നത് നന്ന്. ഒരു പോകലുമില്ല. ഈ പിള്ള ആരാന്ന് നിങ്ങളൊക്കെ വിചാരം? ഈ മലയോരത്ത് ഭാസ്കര പിള്ള വിചാരിക്കുന്നതിനപ്പുറത്ത് കാര്യങ്ങൾ നടക്കുന്നത് എനിക്കൊന്ന് കാണണം. ആ, ചേട്ടൻ വിചാരിച്ചാൽ തൽക്കാലം മകനെ നിയന്ത്രിച്ചു നിർത്താൻ കഴിഞ്ഞേക്കാം. പക്ഷെ കിച്ചൻ അവന്റെ പുറകിൽ ഉള്ളിടത്തോളം കാലം ആനയെ കൊന്നില്ലെങ്കിൽ ഇത്രേ വരുമെന്നുണ്ട്. പക്ഷെ അവനെ ഉടനെ ഇവിടെ നിന്ന് ഓടിച്ചില്ലെങ്കിൽ ഏറ്റവും നഷ്ടം പിള്ളച്ചേട്ടന് തന്നെയാ. കൊറേ നേരം ആയല്ലോ കൂട്ടിലിട്ട വരികിനെ പോലെ ഇങ്ങനെ നടക്കുന്നു. ഇതെന്ത് പറ്റി? എന്താ ഇനി പറ്റാനുള്ളത്? പിള്ളേര് വലുതാകുമ്പോ ഉത്തരവാദിത്വ ബോധം വന്നു തുടങ്ങുക ചെയ്യാ. അച്ഛനമ്മമാരെ ഭാരം കുറക്കാൻ ശ്രമിക്കുക ചെയ്യാ. ഇവിടെ എത്തുള്ളതോ വൃത്തിയോടും കാണിച്ച് താന്നോന്ന് നടന്ന് അച്ഛന് പൊല്ലാപ്പം ഭാരം കൂട്ടുമെന്ന് വെച്ചാ എന്റെ മോൻ എന്ത് കാണിച്ചു എന്നാ? എന്ത് കാണിച്ചു എന്നോ? കോളേജിലേക്കാണെന്ന് പറഞ്ഞ് ഇറങ്ങും രാവിലെ. എന്നിട്ട് കണ്ട് പെൺപിള്ളേരുടെ പിന്നാലെ ഞാൻ ഒട്ടി പറഞ്ഞു. എന്റെ മോനെ അത്തരം വേണ്ടാദിനത്തിനൊന്നും കിട്ടില്ല. കിട്ടില്ല പോലും. തല തീർത്തി മനുഷ്യന് പുറത്തെടുക്കാൻ പറ്റാതായി. അച്ഛാ, എന്ത് കാരണം കൊണ്ട് അച്ഛന് തലനിർത്താൻ പറ്റാത്തത്? നാട്ടിലെ ഏതെങ്കിലും പെൺകുട്ടികൾ സേതു ഞങ്ങളെ ശല്യപ്പെടുത്തുന്നു അച്ഛനോട് പറഞ്ഞോ? അല്ലെങ്കിൽ അവരുടെ രക്ഷകർത്താക്കൾ പറഞ്ഞോ? എന്തിനാ അവര് പറയുന്നത്? അവര് പറയണം. അവര് പറഞ്ഞാലല്ലേ വാസ്തവം ഉണ്ടാവും. അല്ലാത്തവർ എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ദുരുദ്ദേശങ്ങൾ ഉണ്ടാവും. ആ രാധപ്പുണ്ണായിട്ട് നിനക്ക് എന്താ ബന്ധം? പറയടാ. എന്റെ നാട്ടിലെ ഒരു പെൺകുട്ടിയോട്, അതും എന്റെ കോളേജിൽ പഠിക്കുന്ന സ്വഭാവ ഗുണമുള്ള ഒരുവളോട് തോന്നുന്ന സുഹൃത്ത് ബന്ധം. ഒരേ കോളേജിൽ പോയി വരുന്നതുകൊണ്ട് നിത്യവും സംസാരിച്ചു വരാറുണ്ട്. അതിനിപ്പോഴെന്താ? സ്വഭാവ ഗുണം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അയിഞ്ഞാല് ജീവിക്കുന്ന പെണ്ണുങ്ങളെ സ്വഭാവ ഗുണം. അച്ഛൻ വെറുതെ വൃത്തികേട് സംസാരിക്കരുത്. മോനെ, അമ്മ മിണ്ടാതിരിക്കെ. അന്തസ്സോടെ ജീവിക്കുന്ന പെൺകുട്ടികളിൽ എന്തിന്റെ പേരിലായാലും വൃത്തികേടുകൾ ആരോപിക്കുന്നത് മാന്യന്മാർക്ക് നിരക്കുന്നതല്ല. ആ തെണ്ടി രായപ്പനുമായുള്ള കൂട്ടുകെട്ടിൽ നിന്നാ അച്ഛൻ ഇങ്ങനെയുള്ള ന്യൂസുകൾ കിട്ടുന്നത്. കണ്ടോ നീ? എന്റെ മുഖത്ത് നോക്കി ഇവൻ എന്തെല്ലാം പറയുന്നതെന്ന് എനിക്ക് കേട്ടോ. അന്ന് ഇവൻ MLA മുമ്പിലിട്ട് എന്നെ കൊച്ചാക്കി. എന്റെ ബുദ്ധി കൊണ്ടാണ് ഞാൻ നാണം കെടാതെ പിടിച്ചു നിന്നത്. ഇപ്പൊ എന്റെ നേർക്ക് നോക്കി ഇവൻ. ഇനി അവരുടെ കരിയാരി വല്ലതും ചെയ്തു. നീ ആ ശാള് കൊണ്ടെടുത്തോ, ഞാനിപ്പോ വരാം. നാണമില്ലല്ലോ അച്ഛന് ഒരു പഞ്ചായത്ത് മെമ്പറായിട്ടും വാറ്റിച്ചാരായം വിറ്റ് പൈസ ഉണ്ടാക്കാൻ. ഈ രാത്രി പോക്ക് നാട്ടുകാരറിഞ്ഞാൽ ഇപ്പോ പറഞ്ഞ ഈ നാണക്കേടും തലനിർത്താൻ വയ്യാത്ത അവസ്ഥയും അച്ഛനല്ല എനിക്കായിരിക്കും. ശാളെടുക്കടി.